ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ, ക്യാരറ്റ് പുട്ട് റെസിപ്പി. അപ്പോൾ ഈ ഒരു പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാരറ്റ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ക്യാരറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങാ ചിരവിയതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അജ്മി പുട്ടുപൊടി ആവശ്യത്തിനെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പുട്ട് കുഴയ്ക്കുമ്പോൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. എന്നാൽ ഈ ഒരു പുട്ടുപൊടിക്ക് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പുട്ടുപൊടി വേഗം ഡ്രൈ ആയി മാറുന്നതാണ്. അപ്പോൾ പുട്ട് നമ്മൾ കുഴച്ച് വെച്ച ആ സമയത്ത് തന്നെ കുക്ക് ചെയ്യാൻ പാടില്ല. ഇത് കുഴച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം പുട്ടുപൊടി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് റെസ്റ്റിന് വെക്കാം കേട്ടോ. റെസ്റ്റിന് വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മളിത് വീണ്ടും ഈ ഒരു പൊടി നോക്കുമ്പോൾ ഡ്രൈ ആയി നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ ഡ്രൈ ആയ പൊടി വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വേണം നമ്മളിത് പാചകം ചെയ്യാനായിട്ട്. അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അപ്പോൾ പുട്ടില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാനേ വയ്യല്ലേ. നമ്മളെന്നും ഒരേ രീതിയിലുള്ള പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ഈ ക്യാരറ്റ് പുട്ട്. നല്ല രുചിയുള്ളൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്യാരറ്റ് പുട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ 2 രീതിയിലാണ് കേട്ടോ ഈ പുട്ട് തയ്യാറാക്കുന്നത്. ഒന്ന് സാധാരണ നമ്മൾ സാധാ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് വിറകടുപ്പിലാണ് ഒന്ന് തയ്യാറാക്കുന്നത്. ഒന്ന് ചിരട്ട പുട്ടുകുറ്റിയിലാണ് കേട്ടോ. ചിരട്ട പുട്ട് മേക്കർ ഉണ്ട്, അത് ഗ്യാസിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള പുട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ നമുക്ക് കുട്ടികളൊന്നും ക്യാരറ്റ് അങ്ങനെ കഴിക്കൂല. അപ്പോൾ കറിയിലിട്ടാലും അത് പോണോ ഉപ്പേരി വെച്ച് കൊടുത്താലൊക്കെ അവരത് മാറ്റി വെക്കുക ചെയ്യുക. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് തീർച്ചയായും കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അവർ ഇനിയും ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് കറീൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് കറി ഇല്ലാതെ തന്നെ ഈ ഒരു പുട്ട് കഴിച്ചെടുക്കാം. അപ്പോൾ അത്രയും ടേസ്റ്റിൽ ഇത് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ഈ ഒരു പുട്ട് റെസിപ്പി. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്കും ക്യാരറ്റ് അത്ര ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുട്ടിന് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. നമ്മളെന്നും ഒരേ രീതിയിൽ തന്നെ പാചകം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നല്ലോണം കഴിക്കും, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അതുപോലെ ഇത് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. നമ്മൾ ക്യാരറ്റ് ഇപ്പം ഞാൻ 2 എണ്ണമാണ് എടുത്തത്. ക്യാരറ്റ് കൂടുതൽ എടുത്തിട്ട് പുട്ടുപൊടി കുറച്ചെടുത്തിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുത്ത് അതിൽ പഞ്ചസാര, ഉപ്പിന് പകരം പഞ്ചസാര ചേർത്തും ചെയ്യാം കേട്ടോ. പക്ഷേ പഞ്ചസാര ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു റെസിപ്പി കാണിക്കാതിരുന്നത്. അപ്പോൾ 2 പുട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സാധാ പുട്ടുപൊടി എടുത്ത് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് മാതിരി തന്നെ അതിൽ ഒന്ന് ക്യാരറ്റ് ചേർക്കുന്നതെന്നേ ഉള്ളൂ. എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പികളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.